ഓക്കെ, നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണേണ്ട ഇക്വേഷൻസ് പറഞ്ഞു, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിളും റേറ്റും ടൈമും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസും പറഞ്ഞു. ഇനി അതിൽ കുറച്ച് എന്താ പറയുക എക്സ്ട്രാ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പേജ് നമ്പർ 208 എക്സാമ്പിൾ 41. Calculate the simple interest and amount on rupees 750 for 1.5 years at 10% per annum. ഇത്ര നേരം നമ്മൾ പറഞ്ഞിരുന്നത് 1 year, 2 year, 3 year അങ്ങനെ റൗണ്ട് ഫിഗർ ആയിട്ടുള്ള ഇയേഴ്സ് ആയിരുന്നു. ഇവിടെ എന്താ ടൈം കൊടുത്തിരിക്കുന്നത് 1.5 years. 1.5 years. 1.5 years എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. റേറ്റ് തന്നിട്ടുണ്ട്, റേറ്റ് 10% പെർ ആനം. പ്രിൻസിപ്പിളും തന്നിട്ടുണ്ട് 750 rupees. ടൈം തന്നിരിക്കുന്നത് 1.5 years. 1.5 years എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് പേജിൽ അതിൽ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ rupees 750, റേറ്റ് 10% പെർ ആനം, ടൈം ഈക്വൽ ടു 1.5 years. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതണം. ദാറ്റ് ഈസ് 3/2 years. 1.5 years അല്ലെങ്കിൽ 2.5 years എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. എന്നിട്ട് സാധാരണ പോലെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P into R into T by 100. P 750, R 10 into 3/2. അത് എഴുതിയിരിക്കുന്ന ഒന്ന് നോക്കണേ. എങ്ങനെയാ? P into R into T is equal to 750 into P into R into T by 100 ആണ് നമുക്ക് സിമ്പിൾ ഇക്വേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, P into R into T ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ P എത്ര തന്നിരിക്കുന്നത്? റുപ്പീസ് 750. R എത്ര തന്നിരിക്കുന്നത്? 10% into 3/2. T 3/2 അല്ലേ? into 3/2 divided by 100 അല്ലേ? ഇങ്ങനെയല്ലേ ശരിക്കും എഴുതണ്ടേ? എന്നാൽ ന്യൂമറേറ്ററിൽ ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ കോമൺ ഡിനോമിനേറ്ററിലേക്ക് മാറ്റി എഴുതാം. അതായത് ഈ /2 എന്നുള്ളത് ഇവിടേക്ക് മാറ്റി എഴുതാം. എങ്ങനെ? 750 into 10. അതിന്റെ ന്യൂമറേറ്റർ മാത്രം ന്യൂമറേറ്ററിൽ എഴുതാം. എന്നിട്ട് ഡിനോമിനേറ്റർ ആയ 2 100ന്റെ കൂടെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. 100 into 2. മനസ്സിലായോ? ഇനി സാധാരണ ചെയ്തതുപോലെ ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്തു, again 0 0 ക്യാൻസൽ ചെയ്തു. 75 into 3/2. 75 into 3 225 അല്ലെ? 225 by 2 equal to 112.5. 112.5 rupees ആണ് എന്ത്? ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് 112.5. ഇനി എമൗണ്ട് കാണണമെങ്കിൽ 750യുടെ കൂടെ ഇത് ആഡ് ചെയ്താൽ മതി. എമൗണ്ട് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്
equal to 750 plus 112.50 equal to 862.50. അപ്പൊ ഫ്രാക്ഷൻ ആയിട്ടാണ് നമുക്ക് ടൈം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആ ഫ്രാക്ഷന്റെ രൂപത്തിൽ തന്നെ എഴുതിയാൽ മതി. 1/2 years അല്ലെങ്കിൽ 1/3/4 years എന്നൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഫ്രാക്ഷന്റെ രൂപത്തിൽ തന്നെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് എക്സാമ്പിൾ 42. Find the simple interest on rupees 15,000 at 12% per annum for 8 months. ഇത്രയും രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തത് ഇയേഴ്സിലായിരുന്നു ടൈം തന്നിരുന്നത്. ഇവിടെ ടൈം 8 months ആണ് തന്നിരിക്കുന്നത്. 8 months തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന മന്തിനെ എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിന് ചെറിയൊരു ഇക്വേഷൻ പോലെ നിങ്ങൾ ജസ്റ്റ് നോട്ടിൽ ഒന്ന് എഴുതി വെച്ചോ. മന്ത്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇയറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ഡേയ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഫോർ ഇത്ര ഡേയ്സ് അല്ലെങ്കിൽ ഡേയ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡേയ്സ് ആ തന്നിരിക്കുന്ന ഡേയ്സ് ഡിവൈഡഡ് ബൈ എത്ര ചെയ്യേണ്ടി വരും? ഒരു വർഷം എന്ന് പറയുന്നത് എത്ര ഡേയ്സാ? 1 year is equal to 365 days. ഇപ്പൊ ഡേയ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന ഡേയ്സിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി വീക്ക് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എത്ര വീക്കാ ഒരു ഇയർ എന്ന് പറഞ്ഞാൽ? എത്ര വീക്സ് ആണ് ഒരു ഇയർ? അറിയോ? There are 52 weeks in an year. Weeks are divided by 52 to convert into years. ഇത് മൂന്നെണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതി വെച്ചു. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മന്ത്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡേയ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വീക്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 52 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എഴുതിയെടുത്തോ? ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേ. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ rupees 15,000 at 12% per annum for 8 months. So principal is equal to 15,000. P is equal to 15,000. Rate is equal to 12% per annum. Time is equal to 8 months. That is equal to 8 by 12. 8 months എന്നുള്ളത് ഇയറിലേക്ക് മാറ്റാൻ 8 by 12. 8നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 by 12നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 by 3 എന്ന് കിട്ടും. That is 2 by 3 years. ഇനി സാധാരണ പോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. P 15,000, R 12, T 2 by 3 by 100. So 15,000 into 12 into 2 divided by 100 into 3. Cancel ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് SI is equal to 1200 എന്ന് കിട്ടും. Then example 43. ഇത് കൊടുത്തിരിക്കുന്നത് ഡേയ്സിലാണ്. ഡേയ്സിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
365 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ. Radhika deposited rupees 5,000 in a bank on 5th January 2011. Date നോക്കണേ, 5th January 2011. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇയറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തുകൊണ്ടാ? ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി വരുന്നുണ്ട് അല്ലെ? ലീപ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരി 29 ഡേയ്സ് വരും. അപ്പൊ ലീപ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം, ലീപ് ഇയേഴ്സ് കണ്ടെത്താൻ പഠിക്കണം. 2011 ലീപ് ഇയർ അല്ല, 2012 ലീപ് ഇയർ ആണോ? യെസ്, 2012 ലീപ് ഇയർ ആണ്. 2016 ലീപ് ഇയർ ആണ്, 2020 ലീപ് ഇയർ ആണ്, 2024 ലീപ് ഇയർ ആണ്. എങ്ങനെ ലീപ് ഇയർ കണ്ടുപിടിക്കാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ that will be a leap year. ലീപ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? 366 ഡേയ്സ് ഒരു വർഷത്തിൽ വരുന്ന ഇയറിനെയാണ് നമ്മൾ ലീപ് ഇയർ എന്ന് പറയുന്നത്. ഫെബ്രുവരി ഒരു ദിവസം കൂടുതൽ, ഫെബ്രുവരിയിൽ ഒരു ദിവസം കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലത്തില് ഡേയ്സ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇയർ നോക്കുക. ഇയർ ലീപ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരി 29 ഡേയ്സ് ഉണ്ടാവും. ഇവിടെ 2011 ഇറ്റ് ഈസ് നോട്ട് എ ലീപ് ഇയർ, അത് ലീപ് ഇയർ അല്ല, അതുകൊണ്ട് ഫെബ്രുവരി 28 ഡേയ്സ് മാത്രമേ ഉണ്ടാവും. അപ്പൊ എപ്പോഴാ രാധിക ഡെപ്പോസിറ്റ് ചെയ്യുന്നേ? Deposited rupees 5,000 in a bank on 5th January 2011. 5th January 2011. She withdrew the total amount on 31st May 2011. January 5-ന് ഡെപ്പോസിറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? മെയ് 31st-ന് വിഡ്രോ ചെയ്തു. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതും ഇൻട്രസ്റ്റും കൂടി കൂടിയതായിരിക്കും ടോട്ടൽ എമൗണ്ട്. If the bank pays simple interest of 6% per annum, then what amount does she get? ബാങ്ക് ചാർജ് ചെയ്യുന്നത് 6% per annum ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്ര രൂപയായിരിക്കും വിഡ്രോ ചെയ്യുമ്പോൾ രാധികയ്ക്ക് കിട്ടുന്നത്? അപ്പൊ നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 31st-നാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ ഓരോ മന്തും എത്ര ഡേയ്സ് ഉണ്ട് നോക്കണം. ജനുവരി 5-ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കി ജനുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? ജനുവരി 31 ഡേയ്സ് ഉണ്ട്. അപ്പൊ ജനുവരി 5-ന് ഡെപ്പോസിറ്റ് ചെയ്താൽ ബാക്കി 31 - 5 26 ഡേയ്സ് ഉണ്ടാവും. ജനുവരിയില് 26 ഡേയ്സ് ഉണ്ടാവും. ഇനി ഫെബ്രുവരിയിൽ 28 ഡേയ്സ്, മാർച്ചിൽ 31 ഡേയ്സ്, ഏപ്രിലിൽ 30 ഡേയ്സ്, മെയ് 31 ഡേയ്സ്. മെയ് 31st-നാണ് വിഡ്രോ ചെയ്യുന്നത്. നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ദിവസം കാൽക്കുലേഷന് വേണ്ടി കൺസിഡർ ചെയ്യില്ല. എന്നാണോ ഡെപ്പോസിറ്റ് ചെയ്തത് ആ ദിവസം നമ്മൾ ടോട്ടൽ ഡേയ്സിന്റെ കൂടെ കൂട്ടില്ല. എന്നാൽ വിഡ്രോ ചെയ്യുന്നത് ഏത് ദിവസമാണോ ആ ദിവസം നമ്മൾ ടോട്ടൽ ഡേയ്സിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇവിടെ ജനുവരിയിൽ 26, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ടോട്ടൽ 146 ഡേയ്സ്. എത്ര ദിവസത്തേക്കാണ് രാധിക ഡെപ്പോസിറ്റ് ചെയ്തത്? ജനുവരി 5-ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മെയ് 31st-ന് വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ 146 ഡേയ്സ് ആയി. അപ്പൊ ടൈം എത്രയാ? 146/365. ഡേയ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 365 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. 146/365 is equal to 2/5. 73 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
2/5 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2/5 എന്ന് കിട്ടും. 2/5 years. ഇനി സാധാരണ പോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. P into R into T. 5,000 into 6 into 2/5 by 100. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 120 എന്ന് കിട്ടും. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? What amount does she get on May 31st? വിഡ്രോ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് കിട്ടിയത്? അതായത് ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് simple interest. That's equal to 5,000 plus 120, 5,120 rupees. Then അടുത്തത് example 44. Find the simple interest earned on deposit of rupees 800 for 7 1/4 years at 3 1/2% per annum. ഇതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. 7 1/4 എന്നുള്ളത് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ഉള്ളത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റും. 3 1/2 years എന്നുള്ളത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റും. എന്നിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യാം. സെവൻ 1/2 എന്ന് പറഞ്ഞാൽ 7 1/4 എന്ന് പറയുമ്പോൾ 7 into 4 28, 28 plus 1 29/4. 3 1/2 എന്ന് പറയുമ്പോൾ 3 into 2 6, 6 plus 1 7/2. 7/2% per annum time 29/4. സാധാരണ പോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? $800 into 29/4 into 7/2 by 100. ഇവിടെ ന്യൂമറേറ്ററിൽ രണ്ട് ഫ്രാക്ഷൻ വരുന്നുണ്ട്. രണ്ട് ഫ്രാക്ഷന്റെയോ ഡിനോമിനേറ്റേഴ്സ് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് മാറ്റി എഴുതാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇങ്ങനെയൊക്കെ നമ്മൾ മാറ്റി എഴുതുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രം വരുന്ന കേസിലാണ്. അഡീഷനും സബ്ട്രാക്ഷനും ഒന്നും വരുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോ നമുക്ക് ഇതുപോലെ ന്യൂമറേറ്റേഴ്സിലെ ഡിനോമിനേറ്റർ താഴേക്ക് എഴുതാം, അതുപോലെ ക്യാൻസൽ ചെയ്യാം. എന്നാൽ ഇതിനിടയിൽ അഡീഷൻ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ന്യൂമറേറ്റേഴ്സിൽ എന്ത് വരും? 800 into 29 into 7 into 29 into 7 by 100 into 100 into 4 into 2. 4 into 2. 100ന്റെ 0യും 800ന്റെ 0യും ക്യാൻസൽ ചെയ്തു. 4 into 2 8, 8 ഇവിടെ ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് 29 into 7 equal to 203. rupees 203 ആയിരിക്കും ഇൻട്രസ്റ്റ്. Next question. What sum will amount to rupees 8,500 at 14% per annum simple interest in 5 years? Question മനസ്സിലായോ? Question മനസ്സിലായോ? What sum will amount to rupees 8,500 at 14% per annum simple interest in 5 years? എത്രയോ ഒരു എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ 14% per annum റേറ്റിൽ 5 years കൊണ്ട് അത് എത്ര രൂപയായി മാറും? എത്ര രൂപയായി മാറും?
8,500 rupees ആയി മാറും. That is amount is 8,500 rupees. Amount എത്രയാണ്? 8,500. Amount എന്ന് പറയുന്നത് എന്താ? Principal plus simple interest ആണ് amount. എന്നാൽ ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ തന്നിട്ടുണ്ടോ? പ്രിൻസിപ്പൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എമൗണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതായത് 5 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ 8,500 rupees ആയിട്ട് മാറും. അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനോട് ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാവും? 8,500 rupees ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എങ്ങനെയാ പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാം? പ്രിൻസിപ്പൽ എത്രയാ? നമുക്കറിയില്ല. പ്രിൻസിപ്പൽ അറിയാത്തത് കൊണ്ട് എക്സ് എന്നെടുക്കാം. റേറ്റ് R is equal to 14%. Time T is equal to 5 years. Amount A is equal to 8,500. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കി എഴുതി വെക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതില് P നമുക്കറിയില്ല. R is equal to 14%, T is equal to 5, A is equal to 8,500. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എ എന്ന് പറയുന്നത് പ്രിൻസിപ്പളും സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് കണ്ടുപിടിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് SI is equal to P into R into T by 100. P into R into T by 100. P എത്രയാ നമുക്കറിയില്ല. X into R 14% into T 5 by 100. That is equal to, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 14 into 5. എക്സിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സ് അവിടെ തന്നെ വെക്കാം. 14നെയും 5നെയും 100നെയും സിംപ്ലിഫൈ ചെയ്യാം. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20, 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7, 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? X into 7 by 10 എന്ന് കിട്ടും. That is equal to 7x by 10. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാന്ന് കിട്ടി? 7x by 10 ആന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് എക്സ് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് വേണം? എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എമൗണ്ട് തന്നിട്ടുണ്ട്. എമൗണ്ട് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കാം? പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ? ഈ എമൗണ്ടിൽ പ്രിൻസിപ്പൽ എത്രയാ അറിയാത്തത് കൊണ്ട് നമ്മൾ എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ? 7x by 10. സിമ്പിൾ ഇൻട്രസ്റ്റ് 7x by 10. എക്സും 7x by 10 നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? രണ്ടും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയാൽ മതി അല്ലെ? എക്സ് എന്ന് പറയുന്നത് x by 1 ആണ്. ഏതൊരു നമ്പറിനെയോ ഡിനോമിനേറ്റർ 1 ആയി എഴുതുന്ന രീതി നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. സോ x can be written as x by 1. അപ്പൊ 1ന്റെയും 1ന്റെയും 10ന്റെയും LCM, ഡിനോമിനേറ്റർ 1ന്റെയും ഡിനോമിനേറ്റർ 10ന്റെയും LCM 10 തന്നെ. അപ്പൊ x by 1നെ 10 ഡിനോമിനേറ്റർ ആയി എഴുതുന്ന സമയത്ത് എക്സിനെയും 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എക്സിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10x എന്ന് കിട്ടും. 10x എന്ന് കിട്ടും. 10x
plus 7x. 10x plus 7x equal to 10x plus 7x എത്രയാ? 17x. 17x by 10. ഈ 17x by 10 എന്താ? എമൗണ്ട് ആണ്. എമൗണ്ട് എത്രയാ? ഈക്വൽ ടു 8,500. 17x by 10 is equal to the given amount 8,500. ഇനി എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 17x അവിടെ തന്നെ വെക്കാം. 17x ഈക്വൽ സൈനിന്റെ ആ സൈഡിൽ തന്നെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ബാക്കിയുള്ളതിനെ ബൈ 10നെ 8,500 സൈഡിലേക്ക് കൊണ്ടുപോവാം. 8,500 into 10. ഇനി നമുക്ക് x അല്ലേ കണ്ടുപിടിക്കണ്ടേ? ആ x നെ അവിടെ തന്നെ വെക്കുക. ഈക്വൽ ടു 8,500 into 10 into 17 എന്നുള്ളത് ഈക്വൽ സൈനിന്റെ ഇപ്പത്തോട്ട് വരുമ്പോ ബൈ 17 എന്നായി. ഓക്കെ, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 17 5 times 17നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 8,500നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 500 എന്ന് കിട്ടും. So the amount is, principal is 5,000. 500 into 10, 5,000. കിട്ടിയോ? മനസ്സിലായോ? ഒന്ന് ജസ്റ്റ് നോക്കുക, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എവിടെയാ മനസ്സിലാവാത്തതെന്ന് പറയാം. എവിടെ മോളെ? കേൾക്കുന്നില്ല. x by 1 plus 7x. x by 1 plus 7x by 10. x എന്ന് പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾ ആണല്ലേ? അല്ലേ? അപ്പൊ നമ്മളെ തന്നിരിക്കുന്ന എമൗണ്ട് a is equal to p plus si, അതായത് പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആന്ന് പറയാം. പ്രിൻസിപ്പൽ നമുക്ക് അറിയാത്തതുകൊണ്ട് x എന്നല്ലേ എടുത്തിരിക്കുന്നത്. അപ്പൊ പിക്ക് പകരം x പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തതുണ്ട് 7x by 10. ആ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 7x by 10. x by 1 ആണോ മനസ്സിലാവാത്തെ? 10x എങ്ങനെയാ വന്നത് മനസ്സിലാവാത്തത്? 10x വന്നത് അതായത് നമ്മള് രണ്ട് ഫ്രാക്ഷൻസ്, ഇപ്പോ x plus 7x by 10 ഇതല്ലേ നമുക്ക് ആഡ് ചെയ്യണ്ടേ അല്ലേ? അപ്പൊ നമ്മള് എക്സിനെ x by 1 എന്ന് എഴുതാം. ഏതൊരു നമ്പറിനെയും ഡിവൈഡഡ് ബൈ 1 എന്ന് നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. ഇനിയിപ്പോ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ രണ്ടിന്റെയും LCM കണ്ടുപിടിക്കും. x by 1നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1ന്റെയും 10ന്റെയും LCM 10 ആണ്. x by 1നെ 10 LCM ആക്കി മാറ്റുന്ന സമയത്ത് 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ എക്സിനെയോ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 10x by 10. രണ്ടാമത്തെ ഫ്രാക്ഷൻ 7x by 10, അത് 10 തന്നെയാണ് അതിന്റെ ഡിനോമിനേറ്റർ. അതുകൊണ്ട് അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് x by 1ന് പകരം എന്ത് എഴുതാം? 10x by 10
plus 7x by 10. രണ്ടും ഡിനോമിനേറ്റേഴ്സ് സെയിം ആവുമ്പോ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 10x plus 7x by 10. അതാണ് ഈ 10x by 7x by 10. ഓക്കെ, മനസ്സിലായില്ലേ? ഡൗട്ട് ഇല്ലല്ലോ?